ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ബുക്ക് മേക്ക് ഓവർ ആയാലോ. 2 മാസം വെക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ദാണ്ടെ 1 മാസം അവിടെ കഴിയാറായി. നെക്സ്റ്റ് മന്തും കൂടെ കഴിഞ്ഞാൽ നിങ്ങളെ വെക്കേഷനും തീരാറായി. അപ്പോൾ അതിൻ്റെ മുൻപ് നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലെ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബുക്ക് മേക്ക് ഓവർ. നമ്മൾ 2-3 വീഡിയോസ് ബുക്ക് മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ ഒരു ബുക്ക് മേക്ക് ഓവർ. കയ്യിലൊരു ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ട് എസ്തെറ്റിക് ആയിട്ടും വിൻറ്റേജ് ആയിട്ടും ഒക്കെ ഈ ഒരു ബുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ക്ലോത്ത് അനുസരിച്ചിട്ട് ഓരോ ടൈപ്പും മാറുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ ജേണൽ ചെയ്യുന്ന ഒരു ബുക്കാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്തും ആണ് കേട്ടോ. അതിൻ്റെ കളർ ക്യാമറയിൽ കാണുമ്പം കുറച്ച് മങ്ങിയതുപോലെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള കളറാണ്. ആൻഡ് ദി പ്രോസസ് ഓഫ് പൊതിയൽ ഈസ് വെരി സിമ്പിൾ. അതായത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ബുക്ക് പൊതിയുമല്ലോ, ആ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. പേപ്പറിന് പകരം ക്ലോത്ത്, ആ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ബുക്ക് പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ആ ചട്ട അതുപോലെ കാണുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ ഒരു UP ഒക്കെ വരെ ഉമ്മ പൊതിഞ്ഞു തരാമെന്ന്. ഒന്നൊക്കെ പൊതിയാനും അറിയില്ലായിരുന്നു. അപ്പോൾ ഉമ്മ പൊതിഞ്ഞു തരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ബുക്ക് പൊതിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ ബുക്ക് മേക്ക് ഓവർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ക്ലോത്ത് വെച്ചിട്ടുള്ള പരിപാടി അടിപൊളിയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലടാ, പഠിത്തമൊക്കെ കഴിഞ്ഞു കിട്ടൊന്നുമില്ല. പഠിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്. എനിവേ അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സംഭവം നിങ്ങൾ സ്കൂളിലോട്ട് പോകുമ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് പറയാൻ കാരണം, എന്തായാലും നിങ്ങൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഒരു 2 വീക്കൊക്കെ ഒരു റഫ് ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബുക്കിലായിരിക്കും നോട്ട് എഴുതുന്നുണ്ടാവുക. മാത്രമല്ല ഇത്രയും വർഷം പഠിച്ചിട്ട് ഒന്നും എഴുതാത്ത അല്ലെങ്കിൽ 1-2 പേജ് മാത്രം എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ബുക്സ് റീയൂസ് ചെയ്യാനും അടുത്ത വർഷം സ്കൂളിൽ പോകുമ്പം ഫസ്റ്റൊക്കെ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് ഈ ഒരു ബുക്ക് മേക്ക് ഓവർ. ഇനിയിപ്പോൾ അതല്ല റഫ് ബുക്കാക്കി യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ നോട്ട്സും ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ഒക്കെ എഴുതാൻ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവുന്നത് നല്ലതല്ലേ. അപ്പോൾ ഈ ബുക്ക് നല്ല നീറ്റായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒട്ടിക്കുമ്പോൾ നല്ല വലിച്ചൊട്ടിക്കുക. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ വലിച്ചൊട്ടിച്ചാൽ മാത്രമേ നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ. പൊതിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളർ ലേസാണ് കേട്ടോ. ഈ ഒരു ലേസിന് വന്നിട്ട് മീറ്ററിന് 30 രൂപയായിരുന്നു റേറ്റ് വന്നത്. ഞാൻ 1 മീറ്ററാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇതിലൊരു പീസ് ഞാൻ വേറെ എന്തിനോ നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ ചെയ്തപ്പം ഗ്ലാസ്സിൽ ചുറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു 2 സൈഡ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ബാക്കിലൂടെ വേണം ഒട്ടിക്കാൻ. മുന്നിലൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ലേസിൻ്റെ തമ്പ് കാണുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ ബാക്കിൽ നിന്ന് ഒട്ടിക്കാം. പിന്നെ ഞാൻ ഫ്രണ്ട് പോർഷനിൽ മാത്രം മുകളിലും താഴത്തും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ അതിനുള്ള പീസ് ഇല്ലായിരുന്നു. ഇനി ഈ ഫ്രണ്ട് പോർഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമല്ലോ. അപ്പം ഞാൻ കുറേ ആലോചിച്ച് എന്താ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളിതേ ഇന്നാൾ ഉണ്ടാക്കിയിരുന്ന ഒരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റോൺസ് ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചപ്പം വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അതിന്മേലുള്ള ലേസ് പ്യുവർ വൈറ്റ് ആയിരുന്നില്ല, ഒരു ഓഫ് വൈറ്റ് ക്രീമൊക്കെ പോലെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കളർ ഡിഫറൻസ് ചെറിയൊരു ബോറുണ്ടായിരുന്നു, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ആ ബുക്ക് മാർക്കിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് അതിന് പകരം നമ്മളെടുത്ത സെയിം ക്ലോത്ത് തന്നെ അവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടിക്കുമ്പം 4 സൈഡും ആദ്യം നമ്മൾ ഈ വക്കടിക്കുന്നത് പോലെ വക്കൊന്ന് മടക്കി ഒട്ടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ നീറ്റ്നെസ് ഉണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിൻ്റെ ലാസ്റ്റും ഫ്രണ്ടിലും വരുന്ന ഒരു പേജ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ചട്ടയിലോട്ടൊന്ന് കൂട്ടി ഒട്ടിച്ചാൽ നമ്മൾ ആ ലേസൊക്കെ ഒട്ടിച്ച പാടും കാര്യങ്ങളൊന്നും കാണൂല, നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടും എന്തൊക്കെയോ ഒരു കുറവ് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട്, ഇത് ഞാൻ ജേണൽ ചെയ്യുന്ന ബുക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ ജസ്റ്റ് അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ജേണൽ നിന്ന് വലുതാക്കിയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, പിങ്ക് കളർ യൂസ് ചെയ്തിട്ട്. പിന്നെ അതൊരു കുറച്ച് ഔട്ട്ലൈൻ വൈറ്റ് ഔട്ട്ലൈനും കൂടെ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. ഇനി ഈ കട്ട് ചെയ്ത ലെറ്റേഴ്സൊക്കെ ജേണലിനുള്ള പോലെ താഴത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാനാണ് പ്ലാന്. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് നിങ്ങളടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് വെച്ചിട്ടാണോ ഇത് വെക്കാണ്ടാണോ ഭംഗി എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. ആൻഡ് ഇനി നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. പിന്നെ ഇന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളൊരു ഗീവ് അവേ നടത്തുന്ന അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടി പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.